നിഞ്ചകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് നറൂട്ടോ പോലുള്ള ആനിമേറ്റഡ് സീരീസുകളിലും ബാക്കി ഹോളിവുഡ് സിനിമകളിലും കണ്ടുമടുത്ത ഒരു കൂട്ടം അമാനുഷിക ശക്തിയുള്ള ആളുകളെക്കുറിച്ചാണ് അല്ലേ. നിരവധി നിഞ്ച ടെക്നിക്കുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ ലോകത്തിലെ ഏത് മുക്കിലും മൂലയിലും ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികളെ അവരുടെ മടയിൽ പോയി കൊല്ലാൻ സാധിക്കുന്ന ഒരു കൂട്ടം ടോപ്പ് ട്രെയിൻഡ് അസാസിൻസ്. എന്നാൽ ശരിക്കും ആരായിരുന്നു ഈ നിഞ്ചാസ്? എങ്ങനെയാണ് അവർ ജപ്പാനിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു നാഴികക്കല്ലായി മാറിയത്? എങ്ങനെയാണ് ജപ്പാനിലെ ഈഗാകോഗ പ്രവിശ്യയിൽ ജീവിച്ചിരുന്ന മലയോര കർഷകർ ലോകമെമ്പാടും അറിയപ്പെടുന്ന നിഞ്ച എന്നൊരു ഗ്രൂപ്പായി മാറിയത്? നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് വയനാടൻ വാക്കർ. നിഞ്ചകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് ആദ്യം ജപ്പാൻ എന്ന രാജ്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ജപ്പാൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാജ്യമാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ശക്തമായ ഒരു സർക്കാരോ ഭരണാധികാരിയോ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളും വ്യത്യസ്ത ഭരണാധികാരികളാണ് ഭരിച്ചിരുന്നത്. ഈ ഭരണാധികാരികളെ ഷോഗൺസ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഭരണാധികാരികൾ തമ്മിൽ നിരവധി യുദ്ധങ്ങൾ നടന്നിരുന്നു. ഈ കാലഘട്ടത്തെ സെൻഗോക്കു കാലഘട്ടം അല്ലെങ്കിൽ സെൻഗോക്കു ഇറ എന്നാണ് വിളിക്കുന്നത്. സെൻഗോക്കു കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങളിൽ പോരാടിയിരുന്നവരായിരുന്നു സാമുറായികൾ. അവർ തുറന്ന യുദ്ധരീതിയായിരുന്നു പിന്തുടർന്നിരുന്നത്. വാളും കവചങ്ങളും ഉപയോഗിച്ചുള്ള യുദ്ധരീതി. എന്നാൽ ഈ യുദ്ധരീതി പലപ്പോഴും വിജയകരമായിരുന്നില്ല. ശത്രുക്കളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിയാത്തത് വലിയൊരു പ്രശ്നമായിരുന്നു. അവിടെയാണ് നിഞ്ചകളുടെ ആവശ്യം വന്നു തുടങ്ങിയത്. നിഞ്ചകൾ സാധാരണ യുദ്ധക്കാരായിരുന്നില്ല. അവർ രഹസ്യമായി പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. ശത്രുക്കളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുക, അവരുടെ പദ്ധതികൾ മനസ്സിലാക്കുക, ചിലപ്പോൾ അവരെ ദുർബലരാക്കുക, വേണ്ടി വന്നാൽ അവരെ വകവരുത്തുക. ഇതായിരുന്നു അവരുടെ ജോലി. നിഞ്ചകൾ പ്രധാനമായും കർഷകരായിരുന്നു. മറ്റു ചിലരാവട്ടെ യുദ്ധങ്ങളിൽ തൻ്റെ യജമാനന്മാരെ നഷ്ടപ്പെട്ട സൈനികരും. പ്രധാനമായും ജപ്പാനിലെ ഈഗ പ്രവിശ്യ, കോഗ പ്രവിശ്യ എന്നീ രണ്ട് സ്ഥലങ്ങളിലാണ് ഇവർ തിങ്ങിപ്പാർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിഞ്ചകളെ നമുക്ക് രണ്ട് ഗ്രൂപ്പായി തരംതിരിക്കാം: ഈഗ നിഞ്ചാസ് ആൻഡ് കോഗ നിഞ്ചാസ്. നിഞ്ചകൾ ശത്രുപ്രദേശങ്ങളിലേക്ക് കടന്നു കയറി അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ ഭക്ഷ്യശേഖരണം നശിപ്പിക്കുകയും അവർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇവർ സാധാരണ ജനങ്ങളെപ്പോലെ രൂപം മാറിയായിരുന്നു ശത്രുപ്രദേശങ്ങളിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. സന്യാസിമാരായോ കർഷകരായോ സേവകരായോ നടിച്ചാണ് ഇവർ ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതലായും രാത്രിയാണ് നിഞ്ചകൾ പ്രവർത്തിക്കാറുള്ളത്. ദൗത്യം പൂർത്തിയാക്കിയാൽ ആരും അറിയാതെ തന്നെ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരാൻ അവർക്കറിയാമായിരുന്നു. നിഞ്ചകളുടെ രഹസ്യ പ്രവർത്തനങ്ങൾ മൂലം നിരവധി ഭരണാധികാരികൾ വലിയ ശക്തിയിലേക്ക് ഉയരുകയും മറ്റു ചിലരാവട്ടെ ഇവരുടെ പ്രവർത്തനങ്ങൾ കാരണം അവരുടെ ജീവൻ വെടിയാൻ തന്നെ കാരണമാവുകയും ചെയ്തു. എന്നാൽ എങ്ങനെയാണ് ഇത്രയും ശക്തരായിരുന്ന നിഞ്ചകൾ ജപ്പാൻ്റെ ഭൂമുഖത്തിൽ നിന്ന് മാഞ്ഞു പോയത് എന്നറിയാമോ? വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിൽ ഒരു ശക്തമായ ഭരണകൂടം വരികയും ജപ്പാനിലെ എല്ലാ യുദ്ധങ്ങളും കുറയുകയും ചെയ്തു. രഹസ്യപ്രവർത്തനങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി. ഇങ്ങനെ വന്നപ്പോൾ നിഞ്ചകളുടെ ആവശ്യം ഇല്ലാതായി. അങ്ങനെ വന്ന ബാക്കി നിഞ്ചാസ് എല്ലാവരും തന്നെ സർക്കാർ ജോലികളിലേക്കോ സാധാരണ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ കർഷകരായോ മാറുകയാണ് ചെയ്തത്. നിഞ്ചകളെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.